നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭ സംഘടിപ്പിച്ച പരിപാടിയിൽ KTDC ചെയർമാൻ PK ശശി നടത്തിയ പ്രസംഗത്തെ ചൊല്ലി വിവാദം. താൻ CPM-നോ നേതാക്കൾക്കോ എതിരായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് PK ശശി. CPM-നെതിരെ താൻ പ്രസംഗിച്ചു എന്ന് വരുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. ആപ്പ-ഊപ്പകൾക്ക് മറുപടി പറയാനില്ലെന്നും PKS. നിപ്പ സ്ഥിരീകരിച്ചതോടെ തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ. ഒറ്റപ്പാലം പാലപ്പുറത്ത് വയോധികയുടെ കഴുത്തിൽ നിന്നും സ്വർണമാല കവർന്ന സംഭവം. പ്രതി അറസ്റ്റിൽ. നാട്ടുകാരനായ പ്രസാദാണ് പിടിയിലായത്. പഴയ ലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന ആരോപണവുമായി BJP. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ തെളിവുകൾ നൽകുമെന്നും BJP നേതാക്കൾ. ആരോപണം തള്ളി ബാങ്ക് ഭരണസമിതി. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെന്ന് ബാങ്ക് പ്രസിഡന്റ്. ദേശീയപാതയിൽ കല്ലടിക്കോട്, പനയമ്പാടം മേഖലകളിൽ നാറ്റ്പാക് സംഘം പരിശോധന നടത്തി. റോഡിന്റെ പല ഭാഗങ്ങളിലും അപാകതയുള്ളതായി സംഘം. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കണം. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് നടന്ന പരിപാടിയിൽ തന്റെ പാർട്ടിക്കോ നേതാക്കൾക്കോ എതിരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്ന് KTDC ചെയർമാൻ PK ശശി. താൻ ഇപ്പോഴും CPM-ലാണ്. CPM-നെതിരെ പ്രസംഗിച്ചുവെന്ന് വരുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് PK ശശി ഫേസ്ബുക്കിൽ കുറിച്ചു. ആപ്പ-ഊപ്പകൾക്ക് മറുപടി പറയാനില്ല എന്നും PK ശശി പാലക്കാട് പറഞ്ഞു. പരിപാടിക്ക് പോകാൻ തുടങ്ങുന്നവൻ്റെ തൊട്ട് മുമ്പ് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ഇറങ്ങാൻ നിൽക്കുക. അന്നേരം എന്നോട് ചോദിച്ച്, നിങ്ങൾ CPM-ലുണ്ടോ? ഈ ചോദ്യത്തിന് എന്താ പ്രസക്തിയുള്ളത്? ഞാനിപ്പം CPM-ലാണ്. പിന്നെ നിങ്ങളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ CPM-ലാണെന്ന് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണല്ലോ നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ആ ജനങ്ങളുടെ പങ്കാളിത്തം ഞാൻ അവർക്ക് സ്വീകാര്യതയുള്ള ആളുകളാണോ, മണ്ണാർക്കാട്ടെ പൗരസമൂഹത്തിൽ എനിക്ക് സ്വീകാര്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നൊരു കാര്യമാണല്ലോ അത്. പിന്നെ ഏതെങ്കിലും വല്ല ആപ്പയോ ഊപ്പയോ എന്തെങ്കിലും പറയുന്നുവെന്നും അതിനൊന്നും മറുപടി പറയാൻ ഞാനാളല്ല. പിന്നെ ഈ പരിപാടിയിൽ CPM-ൻ്റെ ആളുകൾ ആ വേദിയിൽ തന്നെ ഉണ്ടല്ലോ. തൻ്റെ നിലപാട് തിരുവനന്തപുരം മലയിൻ കീഴിൽ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോഴും CPM-ലാണ് നിൽക്കുന്നത്. തൻ്റെ നിലപാട് എവിടെയും പറയേണ്ട സ്ഥലത്ത് പറയേണ്ട വിധത്തിൽ പറയാൻ മടിയില്ല. CPM-കാരനായാണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെയും പാർട്ടി വിടുമോ, കോൺഗ്രസിൽ ചേരുമോ എന്നൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? ഞാൻ കോൺഗ്രസിൽ ചേരണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ടാകും. അവർ പറയുന്നത് തനിക്ക് തടയാനാവില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം എല്ലാ നേതാക്കളുമായും നല്ല സൗഹൃദം സൂക്ഷിക്കുന്നയാളാണ് താൻ. ഈ സൗഹൃദം സൂക്ഷിക്കുമ്പോഴും നിലപാടുകളിൽ മാറ്റമുണ്ടാവില്ല. നിലപാട് മാറ്റാനുള്ള തീരുമാനം താനല്ല എടുക്കേണ്ടത്. അത് എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പാലക്കാട് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും പ്രവർത്തകരുമായും ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചില്ലേ, എല്ലാവരുമായിട്ടും എനിക്ക് നല്ല വ്യക്തിപരമായ ബന്ധമുള്ളത്. രാഷ്ട്രീയമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഒരാളോടും ഒരു വൈരനിര്യാതന ബുദ്ധിയോ കുടിപ്പകയോ ഞാൻ സ്വീകരിക്കാറില്ല. അത് എൻ്റെ ഒരു രീതിയാണത്, എൻ്റെ ഒരു സ്റ്റൈലാണത്. ആരോടും വ്യക്തിപരമായി യാതൊരു കുടിപ്പക എനിക്കില്ല. കാരണം ഓരോരുത്തർ അവരവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു. അതിലെന്താണ് കുഴപ്പമുള്ളത്? അപ്പോൾ അതിനോട് വ്യക്തിപരമായിട്ടൊരു ഒരു വൈരാഗ്യമോ ശത്രുതയോ കാണിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. അതിൻ്റെ അത്രയല്ലാതെ വേറെ ഒരു കാര്യവും രാഷ്ട്രീയമായൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം ചില ആളുകൾക്ക് പിന്നെ ഞാനിപ്പോൾ കോൺഗ്രസ്സിലേക്ക് വരണമെന്ന് കോൺഗ്രസിൻ്റെ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. സ്വാഭാവികമാണല്ലോ. സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ CPM-നകത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ പാർട്ടി നടപടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നാളെ തന്നെ വന്നേക്കും, എന്നൊരു ശ്രമം നടത്തിക്കളയാമെന്നൊക്കെ ഒരു ആഗ്രഹം ചില ആളുകൾക്കുണ്ടാവും. അതിലൊന്നിപ്പോൾ എനിക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ തീരുമാനമെടുക്കേണ്ടത് ആരുമല്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ. ഞാൻ ആ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിപരമായ ബന്ധങ്ങൾ താൻ നിലനിർത്തുമെന്നാണ് മണ്ണാർക്കാട് പറഞ്ഞത്. 35 വർഷമായി മണ്ണാർക്കാട്ടെ സാധാരണക്കാരായ തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി പൊതുസമൂഹവുമായി തനിക്കുള്ള നാഭിനാള ബന്ധം മുറിച്ചു മാറ്റാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. മണ്ണാർക്കാട്ടെ ഈ മേഖലകളിലെല്ലാം തൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഈ മണ്ണാർക്കാട്ടെ പൗരസമൂഹവുമായി, അതിൽ സാധാരണക്കാരായ ആളുകളുണ്ട്, അതിൽ തൊഴിലാളികളുണ്ട്, അതിൽ കൃഷിക്കാരുണ്ട്, അതിൽ മണ്ണാർക്കാട്ടെ
ഏതാണ്ട് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളുമുണ്ട്. ഫിറോസ് അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത സ്നേഹിതനാണ് ഇവരെല്ലാം. വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകളുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുള്ള നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഈ മണ്ണാർക്കാട്ടെ പൗരസമൂഹവുമായുള്ള എൻ്റെ ബന്ധത്തിന് 8-10 കൊല്ലത്തെ പഴക്കമല്ല ഉള്ളത്. എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ഈ നാടുമായുള്ള അറുത്താലും മുറിച്ചാലും വേർപെടുത്താൻ സാധിക്കാത്തൊരു നാഭീനാള ബന്ധം എനിക്കുണ്ട് എന്ന കരുത്തും ആത്മവിശ്വാസവുമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ ബന്ധം മുറിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം. ആകാശമുള്ളിടത്തോളം കാലം ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ അവിടെ നിന്നപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. ശ്രീകണ്ഠ, ഷൊർണൂർ മത്സരിക്കുമ്പോഴും ഞാൻ ഒറ്റക്കാരിയെ പറഞ്ഞുള്ളൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി തെറ്റിദ്ധരിക്കരുത്, ഇവിടെ മത്സരിക്കുമെന്നല്ല, ഞാൻ മത്സരിക്കാനൊന്നല്ലേ. ഞാൻ ആ ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നാളെ പൊല്ലാപ്പുണ്ടാക്കരുത്, എല്ലാ വിഷയം. ഇവിടുത്തെ MLA ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല വിഷയം അതല്ല കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബന്ധം മുറിച്ചു മാറ്റാനാകില്ല. ആ ബന്ധം ഉള്ളിടത്തോളം കാലം ഇവിടെയുള്ള ഇന്നലകളിലെന്ന പോലെ ഇന്നും വരാൻ പോകുന്ന നാളുകളിലും എൻ്റെ സജീവമായ സാന്നിധ്യം മണ്ണാർക്കാടിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ ഉണ്ടാകും. അഴിമതിക്കെതിരെയും അവിടെ പ്രസംഗിച്ചു. എല്ലാ കാര്യങ്ങളിലും സോഷ്യൽ ഓഡിറ്റ് വേണം. എല്ലാ വർക്കുകളും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. വിരോധമുള്ള ഒരാൾക്കെതിരെ വെറുതെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. അത് വ്യക്തമായി തെളിയിക്കപ്പെടണം. മാത്രവുമല്ല, അഴിമതി ഉന്നയിക്കുന്നവൻ താൻ പരിശുദ്ധനാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. മാലിന്യ കൂമ്പാരത്തിൽ ഇറങ്ങി നിന്ന് കരയ്ക്ക് നിൽക്കുന്നവൻ്റെ കുപ്പായത്തിൽ കറുത്ത കുത്തുണ്ടെന്ന് പറയുന്നത് അപഹാസ്യമാണ് എന്നാണ് മണ്ണാർക്കാട് പ്രസംഗിച്ചത്. അങ്ങനെ വാർത്തകളുണ്ട്. അഴിമതി ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും പിന്തുണക്കില്ല. അഴിമതിയുടെ കൂടെ നിങ്ങളുണ്ടാവുമോ? നമ്മളുണ്ടാവുമോ? ഉണ്ടാവുമോ? ആരുണ്ടാവില്ല. അഴിമതി തുറന്നു കാണിക്കണം. പക്ഷെ അഴിമതി ഉണ്ട് എന്ന് എനിക്ക് വിരോധമുള്ളത് കൊണ്ട് ഞാൻ ആരോപിച്ചാൽ പോരാ. അഴിമതി തെളിയിക്കാൻ സാധിക്കണം. അഴിമതി തെളിയിക്കുമ്പോ അഴിമതി ഉന്നയിക്കുന്നയാൾ പരിശുദ്ധനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. പരിശുദ്ധനാണ്. മാലിന്യ കൂമ്പാരത്തിൽ കഴുത്തോളം മുട്ടത്തിൽ മുങ്ങി നിന്ന് കരക്ക് നിൽക്കുന്നവരാളുടെ ഉപായം കൂടി കറുത്ത കുത്തിനകത്ത് കഴിക്കുന്നത് എന്ന് പറയുന്നത് മ്ലേച്ഛതരമാണ്. മ്ലേച്ഛതരമാണെന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഇതെല്ലാം തന്നെ സാമൂഹ്യമായ നല്ല സോഷ്യൽ ഓഡിറ്റിംഗ് വിധേയമാണ്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിനകത്ത് കുഴപ്പങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണം. ഒരു സംശയവും വേണ്ട. മറ്റൊരു കാര്യത്തിലേക്കും ഞാനിപ്പോ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയും. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാല് പഴയ ബിലാൽ തന്നെയാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്. ഒരു ചീഞ്ഞ സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. ആരെന്ത് നല്ലത് ചെയ്താലും വിരോധമുള്ള രാഷ്ട്രീയക്കാർ അതിനെ കണ്ണടച്ച് എതിർക്കുക എന്നത് നമ്മുടെ ശീലമായി പോയി. പിണറായി സർക്കാർ ഏത് നല്ല ആശയം മുന്നോട്ട് വച്ചാലും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തെ നാം സ്ഥിരമായി കാണുന്നതാണല്ലോ. ആര് ചെയ്താലും അത് UDFൻ്റെ ഭരണസമിതിയായാലും LDFൻ്റെ സർക്കാരായാലും ചെയ്യുന്ന കാര്യത്തെ അടിസ്ഥാനമാക്കിയാവണം വിമർശനം എന്നാണ് തൻ്റെ പക്ഷം. ഇതിലെവിടെയാണ് പാർട്ടിയെയോ നേതാക്കളെയോ വിമർശിച്ചത്? ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, താൻ ഇവിടെയുണ്ടാകും, ഇവിടെ തന്നെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മണ്ണാർക്കാട്ടെ ചടങ്ങിൽ വെള്ളവസ്ത്രം ധരിച്ചെത്തിയ PK ശശിക്ക് വെള്ള നല്ലതുപോലെ ചേരുമെന്ന് VK ശ്രീകണ്ഠൻ MPയും പറഞ്ഞിരുന്നു. എല്ലാവരും വെള്ള ഡ്രസ്സ് ആയതുകൊണ്ടല്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മിക്കവാറും പ്യുവർ വൈറ്റാണ് കൂടുതൽ ഉപയോഗിക്കുക. എനിക്കും വെള്ളയാണ് ഇഷ്ടം. ഷംസുദ്ദീനും ഏറെക്കുറെ വെള്ളയാണ്. ചെറിയൊരു വരയൊക്കെ ഇട്ടിട്ട് ചെറുപ്പല്ലേ. അത് ഞാൻ പറഞ്ഞു വരുന്നത്, പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെള്ള ഡ്രസ്സിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ PK ശശിയാണ്. അദ്ദേഹത്തിന് മറ്റെല്ലാ ഡ്രസ്സിനേക്കാളും കൂടുതൽ യോജിക്കുക ഇതാണെന്നാണ് എൻ്റെ പക്ഷം. അത് ഞാൻ ചോദിച്ചു, ഇത് ഖദറാണോ ചോദിച്ചു. അല്ല, കോട്ടനാണെന്ന് പറഞ്ഞു. ഖദറും കോട്ടനും ഏട്ടനും അനിയനുമാണ്. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്
ഈ നാട് ആഗ്രഹിക്കുന്നത് ഇതുപോലെ വികസന കാര്യത്തിൽ ഒരുമിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്നാണ്. ഇതാണ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതിൻ്റെ മുന്നൊരുക്കമാണെന്ന് ധാരണ പരത്തിയത്. ഇതേക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടിയോ ശ്രീകണ്ഠനോ പ്രതികരിച്ചിരുന്നില്ല. നിപ്പ സ്ഥിരീകരിച്ചതോടെ ഏർപ്പെടുത്തിയ തച്ചനാട്ടുകര, കരിമ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളിൽ നിലനിന്നിരുന്ന കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നീങ്ങിയെങ്കിലും ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളിലും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 17, 18 വാർഡുകളിലും നിലവിലുണ്ടായിരുന്ന കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങളാണ് ശനിയാഴ്ചയോടെ പിൻവലിച്ചത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതിനു ശേഷം രോഗലക്ഷണങ്ങൾ ഉണ്ടായ 11 പേർ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു. വിവിധ ദിവസങ്ങളിലായി ഇവരുടെ ഫലം ലഭിച്ചപ്പോൾ ആർക്കും രോഗം ബാധിച്ചിരുന്നില്ല. എങ്കിലും കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ കർശനമായി തുടർന്നത് രോഗം മറ്റാർക്കും പകരാതിരിക്കാൻ സഹായകരമായി. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ക്വാറന്റൈനിൽ തുടരുവാനും നിർദ്ദേശമുണ്ട്. പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും കൈകൾ അണുവിമുക്തമാക്കണമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ സമീപത്തെ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. നിപ്പയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പും കേന്ദ്ര സംഘവും പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. വളർത്തുമൃഗങ്ങളുടെ രക്തസാമ്പിൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ നിപ്പ സ്ഥിരീകരിച്ച 39-കാരിയുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. ഒറ്റപ്പാലം പാലപ്പുറം അഴിക്കലപ്പറമ്പിൽ വയോധികയുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ നാട്ടുകാരനായ യുവാവ് അറസ്റ്റിൽ. പാലപ്പുറം സ്വദേശി പ്രസാദാണ് പിടിയിലായത്. പാലപ്പുറം കരുവാരത്തൊടി വീട്ടിൽ 40-കാരനായ പ്രസാദാണ് പോലീസിന്റെ പിടിയിലായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വെള്ളിപ്പുലാക്കൽ 76-കാരിയായ രാധയുടെ കഴുത്തിൽ നിന്ന് 1.5 പവൻ മാലയാണ് കഴിഞ്ഞ ദിവസം പ്രസാദ് കവർന്നത്. റെയിൻകോട്ട് ധരിച്ച് മുഖം മറച്ച് എത്തിയാണ് ഇയാൾ മാല പൊട്ടിച്ച് ഓടി രക്ഷപ്പെട്ടത്. അതേസമയം താലി നഷ്ടപ്പെട്ടിരുന്നില്ല. തുടർന്ന് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാല പൊട്ടിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പും പ്രതി റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു. തുടർന്ന് ആളെ കണ്ടെത്താൻ ഫോട്ടോ പാലപ്പുറത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയായിരുന്നു. രാത്രിയോടെ നാട്ടുകാരനായ ഒരാൾ പ്രസാദിനെ തിരിച്ചറിയുകയായിരുന്നു. പ്രസാദ് ജോലി ചെയ്തിരുന്ന ബേക്കറി കടയിലും വെള്ളിയാഴ്ച ജോലിക്കെത്തിയില്ലെന്ന് ഉറപ്പായതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പൊട്ടിച്ച മാല 1 ലക്ഷത്തോളം രൂപയ്ക്ക് ഒറ്റപ്പാലം നഗരത്തിലെ ജ്വല്ലറിയിൽ വിറ്റതായി പ്രതി പോലീസിന് മൊഴി നൽകി. ഒറ്റപ്പാലം പഴയ ലക്കിടിയിൽ അംഗൻവാടി ടീച്ചറുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മാല പൊട്ടിക്കാൻ ശ്രമിച്ച പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അംഗൻവാടി ടീച്ചറായ കൃഷ്ണകുമാരിയുടെ 3.5 പവനോളം തൂക്കം വരുന്ന മാലയാണ് കണ്ണിൽ മുളകുപൊടിയെറിഞ്ഞ് മോഷ്ടാവ് കവരാൻ ശ്രമിച്ചത്. ടീച്ചറും കുട്ടികളും നിലവിളിച്ചതോടെ മാല ഉപേക്ഷിച്ച് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പ്രതിക്കായി അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിയുടെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ലക്കിടിയിലെ മോഷണ ശ്രമത്തിന് പിന്നാലെ പാലപ്പുറത്ത് വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു. ഇയാളെ പോലീസ് ശനിയാഴ്ച പിടികൂടിയിരുന്നു. പാലപ്പുറത്തെ കേസിൽ പിടികൂടിയ മോഷ്ടാവ് തന്നെയാണെന്ന രീതിയിൽ തെറ്റായ പ്രചരണവുമുണ്ടായി. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന ആരോപണവുമായി BJP. കഴിഞ്ഞ ഒറ്റ മാസത്തിനകത്ത് ബാങ്കിൽ നിന്നും 10 കോടി രൂപ പിൻവലിച്ചത് അന്വേഷിച്ചാൽ തട്ടിപ്പ് വ്യക്തമാവുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ തെളിവുൾപ്പെടെ കൈമാറുമെന്നും BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K. നിഷാദ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് BJP ഉന്നയിച്ചത്. വായ്പാ തിരിച്ചടവിലും ഉദ്യോഗസ്ഥ നിയമനത്തിലും വലിയ ക്രമക്കേട് ബാങ്കിൽ നടന്നിട്ടുണ്ടെന്നും അദാലത്തില്ലാതെ തന്നെ വായ്പാ തിരിച്ചടവ് സെറ്റിൽമെന്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് സാമ്പത്തിക നേട്ടം വെച്ചുകൊണ്ടാണെന്നും BJP നേതാവ് K. നിഷാദ് ആരോപിച്ചു. വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചിലർ ബാങ്കിൽ ജോലി നേടിയിരിക്കുന്നത്. നിയമനത്തിനാവശ്യമായ യോഗ്യതയില്ലാത്തവരെ പോലും അടുത്ത കാലത്ത് നിയമിച്ചു. കണക്കിൽപ്പെടാത്ത പണം കൈകാര്യം ചെയ്യുന്നതിനായി ബാങ്കിൽ പ്രത്യേക ലെഡ്ജറാണ് ഉപയോഗിക്കുന്നത്. ഉറവിടം വെളിപ്പെടുത്താൻ കഴിയാത്ത ബാങ്കിലെ പണം ഉപയോഗിച്ച് ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ പലിശയ്ക്ക് പണം നൽകലുമുണ്ട്. തൃശൂർ സഹകരണ വിജിലൻസ് സംഘവും ശ്രീകൃഷ്ണപുരം പോലീസും നേരത്തെ ലഭിച്ച പരാതികൾ അന്വേഷിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല. ക്രമക്കേട് വ്യാപകമായതിനെ തുടർന്നാണ് സഹകരണ ഉദ്യോഗസ്ഥ മേഖലകളിൽ പരാതി നൽകിയിരിക്കുന്നതെന്നും സഹകരണ വകുപ്പ് മന്ത്രി, വിജിലൻസ്, JR, AR എന്നിവർക്കും പരാതി നൽകിയതായും K. നിഷാദ് പറഞ്ഞു. 10 കോടി രൂപയോളം കഴിഞ്ഞ ഒരൊറ്റ മാസം കൊണ്ട് വിഡ്രോ പോയിരിക്കുന്നു. അത് ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ലോണുകൾ കൊടുത്തിട്ടും തിരിമറി നടത്തിയിരിക്കുന്നത് എന്നുള്ളത് അന്വേഷിക്കണം. അവിടെ നിക്ഷേപകരായിട്ടുള്ള ആളുകൾ, നമുക്കറിയാം നമ്മുടെ നാട്ടില് സ്ഥലം വിൽപ്പനയൊക്കെ നടത്തുമ്പോൾ അതിൽ യഥാർത്ഥ തുകയും കിട്ടുന്ന പണവും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പൈസ ഈ സഹകരണ സംഘത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത്
സമാന്തരമായ ഒരു ലെഡ്ജർ വെച്ചുകൊണ്ടാണ് അവിടെ ഈ പ്രവർത്തനം നടത്തുന്നത്. കമ്പ്യൂട്ടറിൽ ഈ സംവിധാനം ഒന്നും കയറില്ല. ഒരു വർഷത്തേക്ക് FD ഇടുന്ന സമയത്ത് അതിൽ 3 മാസം, അവസാനത്തെ 3 മാസം മാത്രമാണ് ഇത് FD ആയിട്ട് അതിൽ കമ്പ്യൂട്ടറിൽ കാണിക്കുള്ളൂ. ഒരു ലെഡ്ജർ വേറെ വെച്ചുകൊണ്ട് അവര് ഈ പ്രവർത്തനം നടത്തുന്നു. ഇതൊക്കെ ബാങ്കിൽ ഉള്ള ആളുകൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നത്. CPM-ന്റെ തന്നെ ഒരു വിഭാഗം നേതാക്കള് ഇതിനെതിരായിട്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാക്കൾക്കൊക്കെ ഇതിനെതിരായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള തെളിവുകൾ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി N. സച്ചിദാനന്ദൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജൻ കുട്ടത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJP നേതാവ് ഉയർത്തിയ ആരോപണങ്ങൾ തള്ളി ബാങ്ക് ഭരണസമിതി. ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും ദുഷ്ടലാക്കോടെയാണെന്നും ബാങ്ക് പ്രസിഡന്റ് T. രാമകൃഷ്ണൻ. തെളിവോടെ ആരോപണം ഉന്നയിച്ചാൽ നടപടിയെടുക്കുമെന്നും രാമകൃഷ്ണൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJP നേതാവ് ഉയർത്തിയ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ബാങ്ക് ഭരണസമിതി വ്യക്തമാക്കി. ബാങ്കിലെ ജീവനക്കാരെല്ലാം അംഗീകരിച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. കഴിഞ്ഞ 1 മാസത്തിനകം 10 കോടി നിക്ഷേപം പിൻവലിച്ചു എന്ന ആരോപണം അവാസ്തവമാണ്. കഴിഞ്ഞ ഏതാനും നാളായി ബാങ്കിലെ നിക്ഷേപത്തിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ബാങ്കിലെ എല്ലാ ധന ഇടപാടുകളും സോഫ്റ്റ്വെയർ മുഖാന്തരമാണ്. കേവലം ധനകാര്യ സ്ഥാപനം എന്നതിനപ്പുറം വിവിധ ജനകീയ ആവശ്യങ്ങളും കാർഷിക ആവശ്യങ്ങളും മുൻനിർത്തിയാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഏതാരോപണവും നേരിടാൻ തയ്യാറാണ്. ബാങ്കിനെതിരെ നടത്തിയ ദുരാരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് T. രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ UGC അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്ന ബിരുദത്തിന് വാലിഡിറ്റി ഉണ്ട്. പിന്നെ വേറൊരു അംഗീകാരം ആവശ്യമില്ല. ഇപ്പോൾ കുറേ ആളുകൾ കേരളത്തിന് പുറത്തൊക്കെ പോയിട്ട് തന്നെയാണ് ഡിഗ്രി എടുക്കുന്നത്. പക്ഷെ UGC അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വാലിഡേഷൻ അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഒരു കാര്യം അതിൽ ഉന്നയിച്ചത്. മറ്റൊന്ന് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2 തരത്തിലാണ് ബാങ്കിൽ നിയമനം നടക്കുക. ഒന്ന് ജൂനിയർ ക്ലർക്ക് നിയമനവും മറ്റത് ലാസ്റ്റ് ഗ്രേഡ് നിയമനമാണ് നടക്കുക. ഇതിൽ ജൂനിയർ ക്ലർക്ക് നിയമനം എന്ന് പറയുന്നത് സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് ആണ് ആ പരീക്ഷ നടത്തുന്നത്. അവർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റാണ് ബാങ്കിന് കൊടുക്കുന്നത്. അതിൽ നിന്നാണ് നിയമനം നടത്തുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള ഭാഗ്യ ഇടപെടലിനും കഴിയില്ല. കാരണം മുൻകാലങ്ങളിൽ ബാങ്കുകളിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളാണ് അധികം ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾ ബാങ്കുകളിൽ ചെന്നാൽ കാണാം ഒക്കെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ആളുകൾ ജോലി ചെയ്തത്. കാരണം ഈ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ വിജയിച്ചു വരുന്നവരാണ്. അതേസമയം ലാസ്റ്റ് ഗ്രേഡ് നിയമനമുണ്ട്. അതിനും പ്രത്യേക ഏജൻസി, സർക്കാർ അംഗീകരിക്കുന്ന പ്രത്യേക ഏജൻസികൾ പരീക്ഷ നടത്തി ആ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ലാസ്റ്റ് ഗ്രേഡ് നിയമനവും നടക്കുന്നത്. അതിനും മറ്റൊരു ഇടപെടലും നടത്താൻ കഴിയില്ല. സെക്രട്ടറി C. രമേശ്, വൈസ് പ്രസിഡന്റ് ജയകുമാർ K, ഡയറക്ടർമാരായ K. അംബുജാക്ഷി, P. ബാലചന്ദ്രൻ, C. ബിജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയപാതയിൽ കല്ലടിക്കോട്, കാട്ടുശ്ശേരി, അയ്യപ്പൻകാവ്, പനയമ്പാടം മേഖലകളിൽ നാറ്റ്പാക് സംഘം പരിശോധന നടത്തി. പരിശോധനയിൽ വിവിധ ഭാഗങ്ങളിൽ അപാകത കണ്ടെത്തിയതായി സംഘം അറിയിച്ചു. റോഡിന്റെ പല ഭാഗങ്ങളിലും വീതിയിൽ കുറവും കൂടുതലും കണ്ടെത്തിയിട്ടുണ്ട്. പനയമ്പാടത്ത് റോഡ് 500 മീറ്ററോളമാണ് അപകട മേഖലയായി കാണുന്നത്. ഇറങ്ങിപ്പോകുന്ന വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുകയും കയറി വരുന്ന വാഹനങ്ങൾ തടസ്സം ഉണ്ടാകാതിരിക്കുകയും വേണം. റോഡിന്റെ വശങ്ങളിലുള്ള പാർക്കിംഗ് നിരോധിക്കണം. മഴക്കാലത്ത് വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കണം. റോഡിന്റെ വശങ്ങളിൽ കല്ല് പതിച്ചതിലെ അപാകതകൾ പരിഹരിക്കണം. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കണം. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നാറ്റ്പാക് സംഘം സമർപ്പിച്ചത്. ഇവിടെ പ്രധാനമായിട്ടും പല പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മൾ സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ റോഡിൻ്റെ വീതി കുറവെന്നോ കൂടുതലെന്നോ പറയാവുന്ന കാര്യങ്ങളുണ്ട്. ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാവുന്ന സൊല്യൂഷൻസ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ പറ്റിയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു വിശകലനമാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പനയമ്പാടത്തിൻ്റെ കേസ് പറയുവാണെങ്കിൽ ഏകദേശം ഒരു 500 മീറ്ററാണ് ഒരു ക്രാഷ് സ്പോട്ട് അപകട സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അതിൽ കൂടുതലും ഉണ്ട്, ഇല്ലാന്നല്ല. എന്നാലും 500 മീറ്ററാണ് ഏറ്റവും കൃത്യമായിട്ട് നമുക്കാണ് കണ്ടിട്ടുള്ളത്. ഇതിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രപ്പോസൽസ് പറഞ്ഞു. ഓൾറെഡി ഇപ്പോൾ എന്താണ് മീഡിയം വയ്ക്കുന്ന റോഡ് ഡിവൈഡർ വയ്ക്കുന്ന ഒരു പ്രപ്പോസൽസ് കൊണ്ടെന്ന് PWD സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിക്കും വേണ്ടത് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് അത്യാവശ്യമുള്ള വീതി ഇവിടെ കാണുന്നുണ്ട്. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം ജനസമ്പർക്ക യാത്രയ്ക്ക് തുടക്കമായി. KPCC വക്താവ് സന്ദീപ് വാര്യർ യാത്ര ഉദ്ഘാടനം ചെയ്തു.
ശനി ഞായർ ദിവസങ്ങളിലായാണ് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ജനസമ്പർക്ക യാത്ര നടത്തുന്നത്. KPCC വക്താവ് സന്ദീപ് വാര്യർ യാത്ര ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക യാത്രയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും വികസന സാധ്യതയുള്ള, ഏറ്റവും മുന്നേറ്റ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മികച്ച കണക്ടിവിറ്റിയുള്ള, അത് റെയിൽവേ ആയാലും റോഡ് കണക്ടിവിറ്റി ആണെങ്കിലും ഭൂമിശാസ്ത്രപരമായി കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് ഒറ്റപ്പാലം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷനായി. വരോഡ് സെൻട്രലിൽ നിന്ന് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് NK ജയദേവൻ, ജാഥ ക്യാപ്റ്റന്മാരായ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, നഗരസഭാ കക്ഷി നേതാവ് P ജയരാജൻ എന്നിവർക്ക് പതാക കൈമാറി. നേതാക്കളായ PS ജഗദീഷ് ശങ്കർ, ഗിരീഷ് മാസ്റ്റർ, K കബീർ, C ഉണ്ണികൃഷ്ണൻ, M വാപ്പു, NK കൃഷ്ണൻകുട്ടി, N വിജയകുമാർ, MP അബ്ദുൽ ബഷീർ, KP മോഹൻകുമാർ, M ഉണ്ണികൃഷ്ണൻ, N ഹുസൈനാർ, K ഷമീർ, KP പാർവതി, B ജിത്തു, P വിജയൻ, P ഹരിദാസൻ, ഷാജി വീരമംഗലം, MP മുജീബ്, ജിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ റവന്യൂ സേവനങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് മന്ത്രി K രാജൻ. പൂക്കോട്ടുകാവ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം സമഗ്രവും ജനകീയവും ആധുനികവുമായ റവന്യൂ സേവനങ്ങൾ ഒരുക്കുന്നതിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ പറഞ്ഞു. സ്ഥിരമായി ആവശ്യമായി വരുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് പകരമായി 14ഓളം വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ചിപ്പ് ഘടിപ്പിച്ച ഡിജിറ്റൽ റവന്യൂ കാർഡ് ഉടൻ നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു. പരിയാനംപറ്റ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ K പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, സേവനങ്ങളെല്ലാം സ്മാർട്ട് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ റവന്യൂ വകുപ്പും വകുപ്പിന് നേതൃത്വം നൽകുന്ന മന്ത്രി ശ്രീ K രാജൻ അവர்களுം ശ്രദ്ധേയമായ നിലയിൽ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ നൽകിയതിനുള്ള എല്ലാ നിലയിലുള്ള അംഗീകാരവും ഈ ഗവൺമെൻറ് നാടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പട്ടയം കൊടുത്ത ഗവൺമെൻറ്റായി മാറി. ജില്ലാ പഞ്ചായത്ത് അംഗം P മൊയ്തീൻകുട്ടി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ, ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ, ഒറ്റപ്പാലം തഹസിൽദാർ അബ്ദുൽ മജീദ് എന്നിവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. കൊപ്പത്ത് LDFന്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മയും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ഡോക്ടർ P സരിൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. LDF ഭരിക്കുന്ന കൊപ്പം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൊപ്പം സെന്ററിൽ നടന്ന കൂട്ടായ്മ ഡോക്ടർ P സരിൻ ഉദ്ഘാടനം ചെയ്തു. ഇതിനുശേഷം കേന്ദ്രത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും ഒക്കെ ഭരണത്തിൽ ഇരിക്കുമ്പോൾ വന്നൊരു നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ മുഴുവൻ നേരത്തെ ഞാൻ കാണിച്ച 2 തട്ട് എന്നുള്ളതിനപ്പുറം ഒരു മൂന്നാമത്തെ തട്ടുകൂടി വേണം ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനവും നഗരപ്രദേശങ്ങളിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നുള്ള നഗരപാലിക നഗരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ സംവിധാനവും ഭരണഘടനയിൽ തന്നെ എഴുതി ചേർക്കപ്പെടണമെന്നും അത് ഭരണനിർവഹണത്തിന്റെ മൂന്നാമത്തെ നെടുന്തൂണായി മാറണമെന്നുമുള്ള കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞ പുസ്തകത്തിലേക്ക് പുതുതായി എഴുതി ചേർത്തത് ഭരണഘടനയിൽ അതിനുള്ള വകുപ്പുകൾ ഉണ്ടായത്. വിവിധ രംഗങ്ങളിൽ മികച്ച നേട്ടം കാഴ്ചവെച്ച പഞ്ചായത്ത് ഭരണസമിതിക്ക് അനുമോദനവും നൽകി. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലാളികളെയും കുടുംബശ്രീ കലാമേളയിൽ വിജയിച്ചവരെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും അനുമോദിച്ചു. A സോമൻ അധ്യക്ഷനായി. നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, U അജയ്കുമാർ, A സാബിറ, മോഹൻദാസ്, P സുന്ദരൻ, M രാജൻ, ഭരണസമിതി അംഗങ്ങൾ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഫണ്ട് ചെലവഴിക്കുന്നുണ്ടെന്ന് പറയുകയല്ലാതെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ. വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ പ്രധാന അധ്യാപകരെല്ലാം
നാട്ടിൽ സഞ്ചിയും തൂക്കി നടക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്കാര സാഹിതി നെല്ലായയിൽ സംഘടിപ്പിച്ച ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ടീച്ചർ ആത്മഹത്യ ചെയ്തു. ഒരു പ്രധാന അധ്യാപക ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? അവിടെ ഉച്ചഭക്ഷണം കൊടുക്കാൻ ഈ ടീച്ചർ സഞ്ചി തൂക്കി നടക്കേണ്ട അവസ്ഥയാണ്, പിരിവിന് നടക്കേണ്ട അവസ്ഥയാണ്. എന്നിട്ട് വേണം ബിരിയാണി കൊടുക്കാൻ പറയുക. 5 പൈസ കൊടുക്കുന്നില്ല അല്ലേ? ഹെഡ് മാഷന്മാർ വളരെ പ്രയാസത്തിലാണ്. അതിനൊക്കെ പുറമെ ഇപ്പം നമ്മൾ കണ്ടു ഈ സമരത്തിൽ ഉച്ചഭക്ഷണം ചെയ്ത ആളുകളൊക്കെ തന്നെ അവിടുത്തെ SFIക്കാർ വന്ന് അതൊക്കെ നശിപ്പിച്ച ഒരു കാവാലയന്മാരെ നമ്മൾ കാണുക. അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ പണം ചെലവഴിക്കുമെന്ന് പറയുകയും ഒന്നും ചെലവഴിക്കാതിരിക്കുകയും അധ്യാപകർക്കും ജീവനക്കാർക്കൊന്നും വേണ്ടത്ര കൂലി കൊടുക്കാതിരിക്കും. നിങ്ങൾക്ക് അറിയോ എന്നെനിക്കറിയില്ല. ഈ രവി മാഷും നമ്മുടെ ബിനീഷ് മാഷും നമ്മുടെ അൻസാർ മാഷും ഒക്കെ ജോലി ചെയ്താൽ അവർ 5 ദിവസം ജോലി ചെയ്താൽ പാവം ആ കുട്ടികൾക്ക് കിട്ടുന്നത് 4 ദിവസം ശമ്പളം. സംസ്കാര സാഹിതി നെല്ലായ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകാരന്മാരെയും ആദരിച്ചത്. ഇരുമ്പാലശ്ശേരി AUP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. നെല്ലായ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ OP ബിനീഷ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി, നേതാക്കളായ മൂസ പേങ്ങാട്രി, അസീസ് പട്ടാമ്പി, N ജനാർദ്ദനൻ, മാനാകളത്തിൽ മൻസൂർ, മുന്താസ്, മീനാക്ഷി, K രാജീവ്, T അൻസാർ, T രവിചന്ദ്രൻ, റസാഖ് നെല്ലായ എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി പാതയിൽ തോട്ടക്കര അരൂർക്കാവ് റോഡിന് സമീപം രൂപപ്പെട്ട വലിയ കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി വാഹനങ്ങൾ പോകുന്ന പാതയ്ക്കരികിലാണ് ഗർത്തത്തിന് സമാനമായി കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. തോട്ടക്കര അരൂർക്കാവ് റോഡിന് സമീപമാണ് അപകട ഭീഷണിയായി വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ദിനംപ്രതി വലുതും ചെറുതുമായി 100 കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴും രാത്രികാലങ്ങളിലും വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നിലവിൽ ആളുകൾ മരക്കഷ്ണവും തെർമോക്കോൾ ബോർഡും ഉപയോഗിച്ച് ഒരുക്കിയ താൽക്കാലിക മുന്നറിയിപ്പ് മാത്രമാണ് ഇവിടെയുള്ളത്. ഗർത്തത്തിന് സമാനമായ വലിയ കുഴി ഉടൻ മൂടി അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കർഷക സംഘം കടമ്പഴിപ്പുറം വില്ലേജ് സമ്മേളനം ചേർന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാത്യൂസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ ചേർന്ന അതിന്റെ കേന്ദ്ര കമ്മിറ്റി ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഈ സമ്മേളനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് തീരുമാനിച്ചിരുന്നത് നമ്മുടെ യൂണിറ്റ് തലം മുതൽ ഉള്ള സമ്മേളനങ്ങൾ. വായില്യാംകുന്ന് പാടശേഖരത്തിലെയും അമ്പലമുക്ക് പാടശേഖരത്തിലെയും നീർച്ചാലുകൾ എടുത്ത് വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സമ്മേളനം ചർച്ച ചെയ്തു. വർദ്ധിച്ചുവരുന്ന രാസവളവില നിയന്ത്രിക്കുക, പാടശേഖരങ്ങളെ സംരക്ഷിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം ആവശ്യപ്പെട്ടു. ദിലീപ് കുമാർ അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി സുബ്രഹ്മണ്യൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K രാമചന്ദ്രൻ, C കൃഷ്ണൻകുട്ടി, വില്ലേജ് സെക്രട്ടറി രമേഷ് ബാബു, അനിത, മോഹൻദാസ്, ശ്രീലത, സുഭദ്ര, ഷാജി എന്നിവരും സംസാരിച്ചു. പുതിയ കമ്മിറ്റി ഭാരവാഹികളായി R രമേഷ് ബാബുവിനെ സെക്രട്ടറിയായും ഷാജിയെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ മുളയങ്കാവ് രാജീവ് ഗാന്ധി സ്മാരക നിലയത്തിൽ വെച്ച് സാഹിത്യ സംഗമവും പുസ്തക പ്രകാശനവും നടത്തി. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരും സാഹിത്യകാരന്മാരും നാടിന്റെ കാവലാളുകളാണെന്ന് ബിജുമോൻ പന്തിരുകുലം പറഞ്ഞു. പാർശ്വവൽകൃതരും അരികുവൽക്കരിക്കപ്പെട്ടവരുമായ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന നയ സമീപനത്തോടു കൂടിയാണ് മലബാർ സൗഹൃദവേദി കലാകാരന്മാരുടെയും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരുടെയും കൂട്ടായ്മയായി കഴിഞ്ഞ 12 വർഷക്കാലത്തിലധികമായി പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ നമ്മൾ പല മേഖലകളിലുള്ള പ്രതിഭകളെയും ആദരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരിലുള്ള പുരസ്കാരം നേടിയ പ്രിയപ്പെട്ട ശ്രീ രാജൻ മുളയങ്കാവിനെ ആദരിക്കുന്നത്. ശ്രീ രാജൻ മുളയങ്കാവിൻ്റെ സർഗവാസനകൾ വളരെ ധിഷണാപരവും അംഗീകരിക്കപ്പെടേണ്ടതുമാണ്. കാര്യം തൻ്റെ രചനകൾ വളരെ കാലിക പ്രസക്തമായി തൻ്റെ തൂലികയിലൂടെ വരുന്ന കവിത്വം തുളുമ്പുന്ന വാക്കുകൾ എങ്ങനെയാണ് അത് വളരെ അനർഗളമായി വരുന്നത് എന്ന് തൻ്റെ ഓരോ കാവ്യ സൃഷ്ടിയിലും കാണാവുന്നതാണ്. ചടങ്ങിൽ ഡോക്ടർ K അജിത് അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക പുരസ്കാരം നേടിയ രാജൻ മുളയങ്കാവിനെ ചടങ്ങിൽ ആദരിച്ചു.
പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റൽ കോർഡിനേറ്റർ KR രവി, ഡോക്ടർ മൊയ്തീൻകുട്ടി മാട്ടര, ദിനേശൻ ഏഴുവന്തല എന്നിവർ പ്രഭാഷണം നടത്തി. സരള മധുസൂദനൻ എഴുതിയ ഒരു പിടി ഓർമ്മകൾ എന്ന ചെറുകഥാസമാഹാരം ബിജുമോൻ പന്തീരകുലം KR രവിക്ക് നൽകി പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന സാഹിത്യ സമ്മേളനത്തിൽ ശാലിനി മുരളി അധ്യക്ഷത വഹിച്ചു. KK ഭാരതി, ജിഷ വേണുഗോപാലൻ, K ബാലഗംഗാധരൻ, ശ്രീജ രാജേഷ്, സരള മധുസൂദനൻ, പ്രിയദർശൻ, രാജൻ മുളയൻകാവ്, K രാജഗോപാലൻ, മലബാർ സൗഹൃദവേദി സെക്രട്ടറി ഗോപൻ ഏഴക്കാട് എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത മേഖലകളിലെ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. മണ്ണാർക്കാടിന്റെ ജനകീയ വില്ലേജ് ഓഫീസർ PS രാജേഷിന് സ്ഥലം മാറ്റം. സേവനത്തിലെ കൃത്യതയും എളിമയോടെയുമുള്ള സമീപനവും കൊണ്ട് മണ്ണാർക്കാട് 1 വില്ലേജ് ഓഫീസിന് ജനകീയ മുഖം നൽകിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറുന്നത്. വില്ലേജ് ഓഫീസർക്ക് എങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ചെറിയ കാലം കൊണ്ട് രാജേഷ് തെളിയിച്ചു. തൻ്റെ മുമ്പിൽ വരുന്ന ഓരോ അപേക്ഷയും അപ്പോൾ തീർപ്പാക്കി. വില്ലേജ് ഓഫീസർക്ക് തീരുമാനമെടുക്കാവുന്ന അപേക്ഷകളിൽ അപ്പോൾ തന്നെ തീരുമാനമെടുത്തു. സർട്ടിഫിക്കറ്റുകൾ അന്നു തന്നെ നൽകി. കൂടുതൽ അപേക്ഷകൾ വരുന്ന ദിവസങ്ങളിൽ മുഴുവൻ അന്നു തന്നെ തീർപ്പാക്കും. ഒരാവശ്യത്തിനു വേണ്ടിയും ആരെയും ഒന്നിൽ കൂടുതൽ തവണ നടത്തിയിട്ടില്ല. ഞാൻ മണ്ണാർക്കാട് 1 വില്ലേജ് ഓഫീസറായിട്ട് ഇപ്പോൾ 1.5 വർഷത്തിലേറെയായി ഇവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രൊമോഷൻ ആയപ്പോഴാണ് പാലക്കാട് ജില്ലയിലേക്ക് സ്ഥലം മാറി വന്നത്. ആകെ പാലക്കാട് ജില്ലയിൽ 2 വർഷമായി ജോലി ചെയ്തു വരുന്നു. ഞാൻ വന്നപ്പോൾ ആദ്യം തച്ചമ്പാറ വില്ലേജിലായിരുന്നു ആദ്യത്തെ 5 മാസം ജോലി ചെയ്യുകയും തുടർന്ന് 1.5 വർഷത്തിലേറെയായി മണ്ണാർക്കാട് ടൗണിലെ മണ്ണാർക്കാട് 1 വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തു വരികയാണ്. എനിക്ക് തിരിച്ച് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ എനിക്ക് ട്രാൻസ്ഫറായി. അങ്ങനെ ഞാൻ തിരികെ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ എനിക്ക് നാട്ടിൽ ട്രാൻസ്ഫറായി തിരിച്ചു പോവുകയാണ്. ഇവിടെ മണ്ണാർക്കാട് 1 വില്ലേജിൽ വന്നിട്ട് എനിക്ക് എൻ്റെ സ്വന്തം നാട് പോലെ എനിക്ക് വർക്ക് ചെയ്യാനും ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും എല്ലാം എനിക്ക് ലഭിക്കുവാനും ഉണ്ടായി. ഞാൻ ഇവിടെ വർക്ക് ചെയ്ത ഈ 1.5 വർഷക്കാലവും ഒരു ജനങ്ങളുടെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ എന്തൊക്കെ അവർക്ക് അവകാശങ്ങൾ അവർക്ക് സർക്കാർ നൽകേണ്ട അവകാശങ്ങൾ മുഴുവൻ സമയബന്ധിതമായി ഒരു ദിവസം പോലും താമസിക്കാതെ കൃത്യമായി അവർക്ക് സമയബന്ധിതമായി നൽകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് വരുന്ന ഒരു വില്ലേജ് കൂടിയാണ്. പക്ഷേ അവരുടെ വരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും സർക്കാരിൻ്റെ പറയുന്നത് പോലെ അവർക്ക് സർട്ടിഫിക്കറ്റ് വിരൽത്തുമ്പിൽ എന്ന് പറയുന്നത് പോലെ അവർക്ക് അക്ഷയ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ അപ്പുറത്തേക്ക് കഴിയാതെ അവർക്ക് കൃത്യമായി അന്നേ ദിവസം തന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം നൽകുന്നതിന് ഞാൻ ഏറെ ശ്രമിച്ചിട്ടുണ്ട്. തത്തംകുളത്ത് 26 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തുന്നതിന് വില്ലേജ് ഓഫീസർ സമയബന്ധിതമായി നടത്തിയ ശ്രമം എടുത്തു പറയേണ്ടതാണ്. ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമിയില്ലാത്ത വിഷയം മലബാർ ന്യൂസ് വാർത്ത നൽകുകയും മന്ത്രി K രാജൻ ഇടപെടുകയും ചെയ്തു. ഇവർക്ക് ഭൂമി കണ്ടെത്തി നൽകാൻ അന്നത്തെ കളക്ടർ ഡോക്ടർ S ചിത്രയോട് മന്ത്രി നിർദ്ദേശിച്ചു. തത്തംകുളത്തെ ഭൂമി അളന്നു തിരിച്ച് അവർക്ക് പട്ടയം നൽകുന്നതിനുള്ള രേഖകൾ ശരിയാക്കാൻ കളക്ടർ ചുമതലപ്പെടുത്തിയ റവന്യൂ സംഘത്തിൽ രാജേഷും ഉണ്ടായിരുന്നു. പതിച്ചു നൽകേണ്ട ഭൂമി സർവേ നടത്തി അളന്നു തിരിച്ചു. ചില ദിവസങ്ങളിൽ കുഴിയെടുത്ത് അതിർത്തി കല്ല് സ്ഥാപിക്കുന്ന ജോലി വരെ വില്ലേജ് ഓഫീസർ നേരിട്ട് ചെയ്തു. കൂടാതെ കൊമ്പംകുണ്ടിലെ 16 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി ലഭിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കിയാണ് പടിയിറങ്ങുന്നത്. 26 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി ലഭ്യമാക്കാനുള്ള ഉദ്യമത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞത് വലിയ സംതൃപ്തി നൽകുന്നതായി രാജേഷ് പറഞ്ഞു. 3 മാസം കൊണ്ടാണ് പട്ടയം നൽകിയത്. അന്നത്തെ കളക്ടർ ചിത്രയുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ തത്തയങ്കരം ഫോറസ്റ്റിലടക്കം ആദിവാസി ഭൂമികളടക്കം ഉള്ള ഊരുകളടക്കമുള്ള ഒരു പ്രദേശം കൂടിയാണ്. ആദിവാസി ഊരുകളായ 4 ഊരുകൾ എൻ്റെ ആ വില്ലേജിലുള്ളത് അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകാൻ സാധിച്ചു. ഞാൻ വന്നതിന് ശേഷം ആ ഭൂരഹിതരായിട്ടുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെയും തഹസിൽദാരുടെയും ഒക്കെ ശ്രമഫലമായി വളരെ വേഗത്തിൽ 3 മാസം കൊണ്ട് 26 ആദിവാസി കുടുംബങ്ങൾക്ക് തത്തയങ്കലത്ത് ഭൂരഹിതരായിട്ടുള്ളവർക്ക് ഭൂമി നൽകുന്നതിൽ എനിക്കും അതിൻ്റെ കൂടെ ഒരു ഭാഗമാകുവാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒന്നാണ്. തുടർന്ന് അവരുടെയുള്ള പല SC ST കുടുംബങ്ങൾക്കും അവരുടെ ആനുകൂല്യങ്ങൾക്കും അതുപോലെയുള്ള അവരുടെ അവകാശങ്ങൾക്കും അവർക്ക് ഭൂമി ഇല്ലാത്തവർക്കും വീട് ഇല്ലാത്തവർക്കും ഒക്കെ അവർ വേണ്ട സർക്കാർ തലത്തിൽ ലഭിക്കേണ്ടതും ഉദ്യോഗസ്ഥ തലത്തിൽ ലഭിക്കേണ്ടതിനുമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന്. കൊട്ടാരക്കര സ്വദേശിയായ രാജേഷ് 2024 ഫെബ്രുവരി 5-നാണ് മണ്ണാർക്കാട് വില്ലേജ് ഓഫീസിൽ എത്തിയത്. ഭാര്യ അരുണ തച്ചമ്പാറയിൽ ആരോഗ്യവകുപ്പ് ജയച്ചയാണ്. മകൻ 3-ാം ക്ലാസ്സുകാരനായ അവയുക്താണ് മകൻ. ഒരിടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. പ്രീമിയം ബ്രാൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകളുടെയും ആക്സസറീസുകളുടെയും വലിയ ശേഖരവുമായി കോസ്മെറ്റിക്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം നടക്കാവ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ജ്വല്ലറി മേഖലയിൽ 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സഫ ഗ്രൂപ്പിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച കോസ്മെറ്റിക്സ് മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കോസ്മെറ്റിക്സിന്റെ 7ാമത്തെ ഷോറൂമാണ് കോഴിക്കോട് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചത്. സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ ഗോൾഡ് കോയിൻ, ഡിസ്കൗണ്ട് വൗച്ചർ തുടങ്ങി നിരവധി ഓഫറുകൾ ഒരുക്കിയതായും ഇന്റർനാഷണൽ ബ്രാൻഡുകളായ മാക്, പാക്, ഹുദ, ബ്യൂട്ടി, മാർസ്, കോസ്റസ് തുടങ്ങിയവ പുതിയ ഷോറൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ KT ഉസ്മാൻ, KT ഹംസ, KT അബ്ദുൽ നാസർ, CEO മുഹമ്മദ് ഇജാസ്, ജനറൽ മാനേജർ KT അബ്ദുൽ മജീദ്, റീറ്റെയിൽ ഹെഡ് അഖിൽ DK, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ സൈഫുൽ ഇസ്ലാം, കോസ്മെറ്റിക്സ് ഓപ്പറേഷൻ മാനേജർ ജൈജു തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം നടന്ന ധർണ UDF ചെയർമാൻ P. ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി അധ്യക്ഷനായി. K. രാമകൃഷ്ണൻ, VN കൃഷ്ണൻ, K. ഉണ്ണികൃഷ്ണൻ, P. മണികണ്ഠൻ, V. വിനോജ്, ഭാഗ്യലക്ഷ്മി, അജിത്ത് എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് വികസന ചർച്ചയിലൂടെ പരാജയപ്പെടുത്താൻ സാധ്യമല്ലെന്ന തിരിച്ചറിവിലൂടെയാണ് ബാറുകൾ അടച്ചുപൂട്ടിയ ഒരു ഗവൺമെന്റിനെതിരെ അന്ന് 29 ബാറായിരുന്നു കേരളത്തിലാകെ ഉണ്ടായിരുന്നത്. ഇന്ന് അത് 900-ൽ പരം ബാറുകളായി വർദ്ധിപ്പിച്ചുകൊണ്ട് മദ്യവിമുക്തിക്ക് പ്രചാരണം നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെർപ്പുളശ്ശേരി പന്നിയംകുറിശി ചങ്ങമ്പുഴ ജാഗ്രതാ സമിതിയും ചങ്ങമ്പുഴ സ്മാരക വായനശാലയും സംയുക്തമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ KT പ്രമീള ഉദ്ഘാടനം ചെയ്തു. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ E. വിനോദ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വായനശാല സെക്രട്ടറി C. കൃഷ്ണദാസ് അധ്യക്ഷനായി. പ്രസിഡന്റ് P. ദയാനന്ദൻ, ഗോവിന്ദൻകുട്ടി, മനോജ്, ഉദയഭാനു എന്നിവരും പങ്കെടുത്തു. അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി അധ്യക്ഷയായി. പ്രിൻസിപ്പൽ P. മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തോട്ടര KH ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചെർപ്പുളശ്ശേരി ഉപജില്ലാ അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിൽ വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി P. നസീഹ 1ാം സ്ഥാനം കരസ്ഥമാക്കി. നസീഹ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാനും യോഗ്യത നേടി. ഭാഷാ സമരം അനുസ്മരണ പരിപാടിയോടൊപ്പമാണ് ഉപജില്ലാതല അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് നഗരസഭ സംഘടിപ്പിച്ച പരിപാടിയിൽ KTDC ചെയർമാൻ PK ശശി നടത്തിയ പ്രസംഗത്തെ ചൊല്ലി വിവാദം. താൻ CPM-നോ നേതാക്കൾക്കോ എതിരായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് PK ശശി. CPM-നെതിരെ താൻ പ്രസംഗിച്ചു എന്ന് വരുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നു. ആപ്പ ഊപ്പകൾക്ക് മറുപടി പറയാനില്ലെന്നും PKS. നിപ്പ സ്ഥിരീകരിച്ചതോടെ തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തുകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ. ഒറ്റപ്പാലം പാലപ്പുറത്ത് വയോധികയുടെ കഴുത്തിൽ നിന്നും സ്വർണമാല കവർന്ന സംഭവം. പ്രതി അറസ്റ്റിൽ. നാട്ടുകാരനായ പ്രസാദാണ് പിടിയിലായത്. പഴയ ലക്കിടിയിൽ അങ്കണവാടി ടീച്ചറുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. CPM ഭരിക്കുന്ന കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ കരുവന്നൂർ മോഡൽ തട്ടിപ്പെന്ന ആരോപണവുമായി BJP. അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ തെളിവുകൾ നൽകുമെന്നും BJP നേതാക്കൾ. ആരോപണം തള്ളി ബാങ്ക് ഭരണസമിതി. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെന്ന് ബാങ്ക് പ്രസിഡന്റ്. ദേശീയപാതയിൽ കല്ലടിക്കോട്, പനയമ്പാടം മേഖലകളിൽ നാറ്റ്പാക് സംഘം പരിശോധന നടത്തി. റോഡിന്റെ പല ഭാഗങ്ങളിലും അപാകതയുള്ളതായി സംഘം. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കണം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.